കേസ് അങ്ങനെ ശ്രീവിദ്യ മുല്ലശ്ശേരി പെട്ടിരിക്കുകയാണ് കേസ്. അതായത് ഉടൻ തന്നെ അവർക്കെതിരെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവർ കുറെ നാളായിട്ട് കോടതിനെയും വെല്ലുവിളിച്ച് ഇവർ നടക്കുകയാണ്, കോടതിനെ കബളിപ്പിച്ച് നടക്കുകയാണ്. കാശുണ്ടല്ലോ കയ്യിൽ, കാശുള്ളതുകൊണ്ട് എന്ത് നടക്കുമല്ലോ. അതായത് പോലീസുകാർക്ക് ഒരു വാറന്റ് ഉണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് പോലും ഈ പോലീസുകാർ പോലും ഒരു തരത്തിലുള്ള ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കുന്നില്ല. എന്താണ് പരാതി, എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറച്ച് നാൾ മുൻപേ ഒരു പ്രൊമോഷൻ ചെയ്തിരുന്നു, ഒരു വ്യാജ ട്രേഡിംഗ് ആപ്പിന്റെ. അതിൽ പറഞ്ഞ പ്രകാരം ഒരാൾ ചെന്നിട്ട് അതായത് കുറച്ച് പണം നിക്ഷേപിച്ചു, എന്തോ 1 ലക്ഷം സംതിങ് രൂപയുണ്ട്. പിന്നീട് ആ പൈസ അവർക്ക് തിരിച്ചെടുക്കാൻ അതായത് ആ നിക്ഷേപിച്ച ആൾക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അതിനെ പറ്റിയാണ് ഈ പരാതി വന്നതും അയാള് കോടതിയിൽ പോയി കേസ് കൊടുത്തതും പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനു മുൻപ് നമുക്ക് ഇവർ ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മളിതിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം, അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് 1, ടിക് 2, ടിക് 3 പ്രെഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് പേടിഎം വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ എന്തായാലും എന്റെ ശ്രീവിദ്യ ഇതെന്തായാലും വല്ലാത്തൊരു വിഷുക്കൈ നീട്ടമായിപ്പോയി. അതായത് നാട്ടുകാരെ പറ്റിച്ച് ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നവരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. അവരിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർ ഈ വീഡിയോ ഒന്ന് എന്തായാലും കണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ ഒരാള് അവർ പറയുന്നത് വിശ്വസിച്ച് അതിൽ മുടക്കിയ പൈസ, അതായത് ഏകദേശം 1,03,000 രൂപയാണ് ഈ പറഞ്ഞ ആൾ അതിനകത്ത് ഈ പറയുന്ന 1,03,000 രൂപയാണ് ഈ പറയുന്ന ആള് ഇവർ പറഞ്ഞ ഈ ട്രേഡിംഗ് കമ്പനിയിലോട്ട് മുടക്കിയത്. അതിനെതിരെ, അതായത് ആ പൈസ തിരിച്ചു കിട്ടാതായപ്പോഴത്തേനും പുള്ളിക്കാരൻ അതിനെതിരെ കോർട്ടിൽ പോയിട്ട് നിയമപരമായിട്ട് നീങ്ങുകയും അതിന്റെ നടപടിയായിട്ട് കോർട്ടിന് സത്യം മനസ്സിലായപ്പോഴത്തേനും കോർട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,03,000 രൂപയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1,03,000 രൂപയും അതുകൂടാതെ 50,000 പിഴയും കൂടി ഈ പറയുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരി അടയ്ക്കണം എന്നൊരു നടപടി കോടതി എടുത്തു. അതായത് ടോട്ടൽ 1,53,000 രൂപ വേണം ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഇയാൾക്ക് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അറസ്റ്റ്, അതായിരുന്നു ഇത്. പക്ഷെ ഇതുവരെയായിട്ടും ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പറയുന്ന ആൾക്ക് ഈ പൈസ കൊടുത്തിട്ടില്ല. അതായത് ഏപ്രിൽ ആയപ്പോഴത്തേനും വിധി വന്നതാണ്. എന്നിട്ട് ഇതുവരെയായിട്ടും 3-4 മാസമായിട്ടും ഇതുവരെയായിട്ടും ഈ പൈസയും കൊടുത്തിട്ടില്ല. അന്ന് ഈ പോലീസുകാർ ഇവരെ അറസ്റ്റും ചെയ്തിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് ഈ പറയുന്ന അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതെന്ന് വെച്ചാല്, ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട് ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവര് പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയില് പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലിവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല, ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ്സ് ഇല്ലാത്ത ബിനോമോയാണ് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം. 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. അപ്പോൾ ഇതിൽ ഇവര് വക്കീലിനെ വെച്ചത് ഒരു നിഖിൽ നാരായണൻ എന്ന് പറയുന്ന വക്കീലാണ്. ഇവരെ വക്കീല്, കാസർഗോഡ് വക്കീല്. ഇപ്പോൾ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു. നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിൽ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പോൾ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പോൾ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പോൾ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ
റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് കേസ് ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവർ കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പം ഞാനവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയിൽ നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധി പകർപ്പ് അടക്കം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന് ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാന്നാണ്. അപ്പോൾ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് ഇവരെ അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എൻ്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവര് അവിടെ പറയുന്നത് സംസ്ഥാന കമ്മീഷനിൽ. ഭയങ്കര കളവാ പറയുന്നത്. അപ്പൊ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവര് ബാർ കൗൺസിലിൽ ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീല് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കാം. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരെ കേസ് വേണ്ടിയിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അതായത് സംഭവം കേസ് തോറ്റപ്പോഴത്തേക്കും ആരുടെ പേരിലോട്ടായി കേസ് തോറ്റതിന്റെ കുറ്റം, അതായത് വക്കീലിന്റെ പേരിലോട്ടായി കേസ് തോറ്റതിന്റെ കുറ്റം. എന്നിട്ട് അതും വെച്ചിട്ട് ഇവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്പീലിന് പോയി. അപ്പൊ ഈ അപ്പീൽ എന്ത് ചെയ്ത് കോടതി അപ്പാടെ അങ്ങ് തള്ളി. അതാണ് സംഭവം. എന്നിട്ടും ഇവര് കിടന്നിട്ട് കാണിച്ചു കൂട്ടുന്നത്. ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം. അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിന്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവില് കാസർഗോഡ് കമ്മീഷന്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചെലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കില് കേസ് രജിസ്റ്റർ ചെയ്തത് 2023 അന്ന് മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണമെന്നാണ് ഇതിന്റെ വിധി വന്നിട്ടുള്ളത്. അപ്പൊ ഇവർ അപ്പീലിന് പോയപ്പം ഒരു നിശ്ചിത ശതമാനം തുക അവിടെ കെട്ടിവെക്കണം. അപ്പൊ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീല് തള്ളിയല്ലോ. അപ്പീല് തള്ളുമ്പം ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷന് എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് 1,86,000 മുകളിലാണ് ടോട്ടല്. അതിൽ 79 കഴിച്ചാല് ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവര് ഇനിയും തരാനുണ്ട്. പക്ഷെ അവര് അതിനുശേഷം ഈ പറയുന്ന നോൺ ബെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവര് പറഞ്ഞു ഇവര് കൊച്ചിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ ബെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്ന ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പൊ അവരെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവര് ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. ഏപ്രിൽ 19, 2026 ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് വാറണ്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ഇതിപ്പം ജൂലൈ ആയി. അപ്പോൾ ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവരാണെങ്കിൽ പിന്നെ ഗൾഫിലേക്കും വിദേശ യാത്രയൊക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ ചിരിച്ചുകൊണ്ട് വലിയ ഫോട്ടോകളൊക്കെ ഇട്ട് ലക്ഷറി ലൈഫ് നയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ കൂടി അറിയണമെന്നാണ് എൻ്റെ. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് അറസ്റ്റ് വാറന്റ് വരെയുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ ഇതുവരെയായിട്ട് ഈ പാലാരിവട്ടം പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. എന്തായാലും അതിനുള്ള ഉത്തരം നമുക്കറിയാലോ. ദമ്പടി കൊടുത്തു കഴിഞ്ഞാൽ ആരും അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും പൊന്ന് ഈ പെണ്ണെ, നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാ ഈ പാവപ്പെട്ടവരുടെ പണം വിഴുങ്ങി ജീവിക്കാൻ നിൽക്കണത്? ഒരുപാട് കാശ് കിട്ടുന്നുള്ള പ്രൊമോഷൻ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ പ്രൊമോഷൻ. പ്രൊമോഷന്റെ പേരിൽ ഒരുപാട് പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ട തുക അങ്ങ് കൊടുത്തൂടെ? അതല്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് വലിയ കാര്യത്തിൽ വീണ്ടും വ്ളോഗും ചെയ്ത് വീഡിയോയും ചെയ്ത് അവിടെ ഇവിടെ ട്രിപ്പ് അടിച്ചൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ആ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ പൈസ കൊടുക്കാനുള്ള ഒരു മനസ്സില്ല. എന്നിട്ട് ഇവരുടെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ അപ്പൊ എന്തൊരു ആക്ടിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ കിടന്നിട്ട് ഇവരെയൊക്കെ പൊന്തി പിടിച്ച് നടത്താനും ആൾക്കാരുണ്ട് കേട്ടോ. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇനിയിപ്പോ ഇവര് ചെയ്തതിലെതിരെ ന്യായീകരണമായിട്ട് ഇവർ വരുമായിരിക്കും.
കുറെ പേര് ഇപ്പൊ തന്നെ വരുമായിരിക്കും. എന്തായാലും ഇതൊക്കെ വളരെ മോശം. പാവപ്പെട്ടവരെ കഞ്ഞിൽ പാറ്റിട്ടിട്ട് അതും തിന്ന് നടക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ അവർക്ക് കൊടുക്കുക. എന്തായാലും കുറെ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് അയാൾക്കുള്ള തുക കൊടുക്കുക. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇതൊന്നും ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഭരണമൊക്കെ മാറിയല്ലോ. അപ്പൊ എന്തായാലും ഇനി ഈ പോലീസുകാരാണെങ്കിലും ഇങ്ങനെ ഇതുപോലെ നിയമം തെറ്റിച്ച് നടക്കുവാണെങ്കിൽ ഇവർക്കായിട്ടും എന്തെങ്കിലും ഒരു ശിക്ഷ നടപടിയും എടുക്കണം. അല്ലാതെ പണമുള്ളവന്റെ കൂടെ പോലീസുകാർ നിൽക്കൂ, അങ്ങനെ ഒരു നയമൊന്നും വേണ്ട എവിടെ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ പറയാം. അപ്പൊ എല്ലാവർക്കും ബൈ.